പ്രണയം, സ്വാതന്ത്ര്യം, രാഷ്ട്രീയം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾക്ക് ശരിക്കും എന്ത് ഭാരമുണ്ട്. മിലാൻ കുന്ദേരയുടെ എക്കാലത്തെയും പ്രശസ്തമായ നോവൽ ദി അൺവെയറബിൾ ലൈക്നെസ് ഓഫ് ബീയിങ്ങിന്റെ ലോകത്തേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഈ നോവലിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നും അല്ലേ? അസഹനീയമായ ലഘുത്വം, അതായത് ഭാരമില്ലായ്മ സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. പൂർണ്ണമായ സ്വാതന്ത്ര്യം, ഒരു ഭാരവുമില്ലാത്തൊരു ലൈഫ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും അതുതന്നെയല്ലേ? പക്ഷേ അങ്ങനെ ഒരു ജീവിതം എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒന്നായി മാറുന്നത്? ഈ ഒരു ചോദ്യമാണ് കുന്ദേര നമ്മളോട് ചോദിക്കുന്നത്. കുന്ദേരയുടെ അടിസ്ഥാനപരമായ ആശയം ഇതാണ്: നമുക്ക് ജീവിക്കാൻ ഒരൊറ്റ അവസരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെടുക്കുന്ന ഒരു തീരുമാനത്തിനും ശരിക്കും ഒരു ഭാരമില്ല. കാരണം ആ തീരുമാനം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് താരതമ്യം ചെയ്യാൻ നമുക്ക് വേറൊരു ജീവിതം ഇല്ലല്ലോ. ഇത് ശരിക്കും നീച്ചെ പറഞ്ഞ ഒരു കാര്യത്തിന് നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഈ ലോകത്ത് അനന്തമായി ആവർത്തിക്കുമെന്നാണ് നീച്ചെ പറഞ്ഞത്. എന്നാൽ കുന്ദേര പറയുന്നു, ഇല്ല, ഒന്നേയുള്ളൂ, അത് ഭാരമില്ലാത്തതാണ്. അതായത് നോവലിലെ കഥാപാത്രങ്ങളെല്ലാം ഈ രണ്ടാശയങ്ങളുടെ ഇടയിൽപ്പെട്ട് ആടുകയാണ്. ഒരു വശത്ത് ഒരു തൂവലുപോലെ ഭാരമില്ലാതെ പറന്നു നടക്കുന്ന സ്വാതന്ത്ര്യം, മറുവശത്ത് ഒരു നങ്കൂരം പോലെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന ഉത്തരവാദിത്തങ്ങളുടെ ഭാരം. നിങ്ങളാണെങ്കിൽ ഇതിൽ ഏതു വഴിയായിരിക്കും തിരഞ്ഞെടുക്കുക? അപ്പോ ഈ ലൈറ്റ്നെസ്സും വെയിറ്റുമൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് വരുന്നത്? അത് മനസ്സിലാക്കാൻ കുന്ദേര നമുക്ക് 4 പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമുക്ക് നോക്കാം അവരാരൊക്കെയാണെന്ന്. ആദ്യം തന്നെ നമ്മുടെ ഹീറോ തോമസ്. പുള്ളി തിരഞ്ഞെടുക്കുന്നത് ഈ ലഘുത്വത്തിന്റെ, അതായത് ഭാരമില്ലായ്മയുടെ വഴിയാണ്. തോമസ് ഒരു സർജനാണ്. ആളുടെ പോളിസി ഇതാണ്: സ്നേഹവും സെക്സും രണ്ടാണ്, കമ്മിറ്റ്മെന്റ് എന്ന ഭാരം ജീവിതത്തിൽ വേണ്ടേ വേണ്ട. എന്നാൽ ഈ കണക്കുകൂട്ടലൊക്കെ തെറ്റിക്കാൻ ഒരാൾ വരുന്നുണ്ട്. അതെ, അതാണ് തെരേസ. അവൾ തോമസിന്റെ നേരെ ഓപ്പോസിറ്റാണ്. തോമസ് എന്താണോ ഒഴിവാക്കാൻ നോക്കുന്നത് അത് തേടുന്ന ആളാണ് തെരേസ. സ്നേഹത്തിന്റെ ആ ഭാരം. ഒരു ദിവസം ഒരു സ്യൂട്ട് കേസുമായി അവൾ തോമസിന്റെ ജീവിതത്തിലേക്കങ്ങ് കയറി വരികയാണ്. കൂടെ അയാൾ ഭയന്നിരുന്ന ഉത്തരവാദിത്തങ്ങളും കൊണ്ടുവരുന്നു. ഇനി തോമസിന്റെ കാമുകി സബീന. സബീനയും ഈ ലൈറ്റ്നസ് ടീമാണ്. പക്ഷെ അവളുടെ വഴി കുറച്ച് വ്യത്യസ്തമാണ്. കലയിലൂടെയും ഒട്ടിക്കൊടുക്കലിലൂടെയുമാണ് അവൾ ആ ഭാരമില്ലായ്മ കണ്ടെത്തുന്നത്. ഏതെങ്കിലും ഒരു ആശയത്തോടോ വ്യക്തിയോടോ കൂറുപുലർത്തുന്നത് അവൾക്കൊരു ഭാരമാണ്. അതുകൊണ്ട് അവൾ എപ്പോഴും ഒട്ടിക്കൊടുക്കുന്നു. 4ാമത്തെ ആൾ ഫ്രാൻസാണ്. പുള്ളിയും ഭാരം തന്നെയാണ് തേടുന്നത്. പക്ഷെ അത് തെരേസയുടെ പ്രണയഭാരമല്ല, പകരം രാഷ്ട്രീയ ആദർശങ്ങളുടെ ഭാരമാണ്. വലിയ വലിയ ഐഡിയോളജികൾക്കും രാഷ്ട്രീയത്തിനും വേണ്ടി ജീവിച്ചാൽ ജീവിതത്തിന് അർത്ഥം കിട്ടുമോ? അതാണ് ഫ്രാൻസ് പരീക്ഷിച്ചു നോക്കുന്നത്. അപ്പോ ഈ 4 പേരും അവരവരുടെ ലൈറ്റ്നെസ്സും വെയിറ്റുമൊക്കെയായി ജീവിച്ചു പോകുമ്പോഴാണ് ചരിത്രം ഒരു ടാങ്ക് പോലെ അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുന്നത്. 1968 പ്രാഗ് സ്പ്രിംഗ് അവരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുകയാണ്. അപ്പോ എന്താണ് ഈ പ്രാഗ് സ്പ്രിംഗ്? ചെക്കോസ്ലോവാക്കിയയില് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുള്ളൊരു സോഷ്യലിസം വരാൻ പോകുന്നു എന്നൊരു വലിയ പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം ചവിട്ടിമെതിച്ചുകൊണ്ട് സോവിയറ്റ് ടാങ്കുകൾ അങ്ങോട്ട് ഇറച്ചുകയറി. ഇത് വെറുമൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല കേട്ടോ, ഇത് കഥാപാത്രങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. കുന്ദേരയുടെ തന്നെ ഒരു വാചകമുണ്ട്, അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും ആലോചിച്ചു നോക്കൂ, ഒരു ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് പോലും ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. നിങ്ങളുടെ പ്രണയം പോലും പൊളിറ്റിക്കലാണ്, ഒന്നും സ്വകാര്യമല്ല, എല്ലാം രാഷ്ട്രീയം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് തോമസിന്റെ ജീവിതം. നോക്കൂ, അയാൾ ഭരണകൂടത്തെ ഒന്ന് വിമർശിച്ച് ഒരു ചെറിയ ലേഖനം എഴുതി. അതൊന്ന് പിൻവലിക്കാൻ അയാൾ തയ്യാറായില്ല. അതിന്റെ ഫലമെന്തായിരുന്നു? പ്രശസ്തനായ ആ സർജന്റെ ജോലി പോയി. അവസാനം അയാൾ ഒരു ജനൽ ക്ലീനറായി. ഒരൊറ്റ തീരുമാനം കൊണ്ട് ജീവിതം കീഴ്മേൽ മറിഞ്ഞു. അപ്പോ ഈയൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കുന്ദേരയുടെ ഏറ്റവും ഫേമസ് ആയ ഒരു ഐഡിയ വരുന്നത്: കിഷ്. എന്താണ് ഈ കിച്ച്? ഒറ്റവാക്കി പറഞ്ഞാൽ പൊള്ളായ ആശയങ്ങൾക്കെതിരെയുള്ള ഒരു വിമർശനമാണിത്. സിമ്പിളായി പറഞ്ഞാൽ ജീവിതത്തിലെ നമുക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും, സംശയങ്ങൾ, വേദന, മരണം, ഇതിനെയൊക്കെ ഒരു കാർപ്പറ്റിന്റെ അടിയിലേക്ക് തൂത്തുവാരി ഒളിപ്പിക്കുന്ന പരിപാടിയാണ് കിച്ച്. എന്നിട്ട് എല്ലാം സൂപ്പറാണ്, ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞ് ഒരു നിർബന്ധിത ചിരിച്ചിരിക്കും. അതാണ് കിച്ച്. കുന്ദേര പറയുന്നത് 2 തരം കിച്ചുണ്ടെന്നാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ആ നിർബന്ധിത ദേശസ്നേഹവും പ്രൊപ്പഗാൻഡയും ഒക്കെയാണ് കിഴക്കൻ കിച്ച്.
എന്നാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ചില ആത്മാർത്ഥതയില്ലാത്ത ഞാൻ നല്ലവനാണ് എന്ന് കാണിക്കാനുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങളില്ലേ അതും കിഡ്ഷാണ് എന്ന് അദ്ദേഹം പറയുന്നു. സോ ഇതൊരു യൂണിവേഴ്സൽ പ്രശ്നമാണ്. നമ്മുടെ ഫ്രാൻസിനെ ഓർമ്മയില്ലേ, ആദർശങ്ങളുടെ ഭാരം തേടിപ്പോയ ആള്. പുള്ളി ഈ വെസ്റ്റേൺ കിഡ്ഷിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ശരിയായ കാര്യത്തിനു വേണ്ടി സമരം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഒരു ആത്മസംതൃപ്തി, അതും ഒരുതരം കിഡ്ഷാകാമെന്നാണ് കുന്ദേര പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും വർഷം മുൻപെഴുതിയ ഈ നോവലിന് ഇന്നെന്ത് പ്രസക്തിയാണുള്ളത്? ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തിനാണ്? നോക്കാം. കഥാപാത്രങ്ങൾക്ക് അവസാനം എന്ത് സംഭവിച്ചുവെന്ന് നോക്കിയാൽ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ലൈറ്റ്നസ് തേടിപ്പോയ തോമസും തെരേസയും അവസാനം സ്നേഹത്തിന്റെ ഭാരത്തിൽ തന്നെ സമാധാനം കണ്ടെത്തുന്നു. പക്ഷേ ഒരു ഭാരവുമില്ലാതെ പറന്നു നടന്ന സബീന എത്തിയതോ അമേരിക്കയിലെ കടുത്ത ഏകാന്തതയിൽ. നമ്മുടെ ആദർശവാദിയായ ഫ്രാൻസോ, പുള്ളിയുടെ മരണം പോലും മറ്റുള്ളവർക്ക് ആഘോഷിക്കാനുള്ള ഒരു കിഡ്ഷായി മാറി. ഇതുകൊണ്ടാണ് ഈ നോവൽ ഇന്നൊരു പ്രവചനം പോലെ തോന്നുന്നത്. ചുറ്റും നോക്കൂ, സർവെയിലൻസ്, എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്ന വാശി, തീവ്രമായ ദേശീയത. ഇങ്ങനെയുള്ളൊരു ലോകത്ത് കുന്ദേര അന്നേ ചോദിച്ച ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയാണ്. നമ്മുടെ പേഴ്സണൽ സ്പേസ് എവിടെ? അതെ, അവസാനം നമ്മൾ തിരിച്ചെത്തുന്നത് ആ ഒരൊറ്റ കാര്യത്തിലേക്കാണ്. നമുക്ക് ജീവിക്കാൻ ഒന്നേയുള്ളൂ, ഒരൊറ്റ ജീവിതം. അപ്പൊ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും വിലയുണ്ട്. ആ തിരഞ്ഞെടുപ്പുകളുടെ ഭാരവും ലഘുത്വവുമാണ് നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുവാണ്. എല്ലാവരും ഒരേ അച്ചിൽ വാർത്ത പോലെ ആകണമെന്ന് സമൂഹം നിർബന്ധിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ, നിങ്ങളുടെ ആ സ്വകാര്യ ലോകത്തെ നിങ്ങൾ എങ്ങനെയാണ് സംരക്ഷിക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.